ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. CSEB 2021 നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 പാർട്ടുകളിലായിട്ട് നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ബാക്കി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ 2 ക്ലാസ് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാൻ കഴിയുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ MCQ ടെസ്റ്റ് സീരീസിൻ്റെ കോഴ്സ് LLC അക്കാഡമി ആപ്പ് വഴി നൽകുന്നുണ്ട്. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഫോൺ നമ്പറിലേക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The term in finance used to describe grouping of related asset into several different categories. അപ്പം ഏത് ടേം ആണ് താഴെ പറയുന്നവയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഗ്രൂപ്പിംഗ് ഓഫ് റിലേറ്റഡ് അസറ്റ്സ് ഇൻറ്റു സെവറൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അപ്പം ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്ന ടേം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: എ ഫണ്ട് അലൊക്കേഷൻ, ബി ടൈം ബക്കറ്റ്സ്, സി സ്വാപ്പിംഗ്, ഡി സ്ട്രക്ചറിങ്. കറക്റ്റ് ആൻസർ വരുന്നത് ടൈം ബക്കറ്റ്സ് ആണ്. അപ്പം ടൈം ബക്കറ്റ്സ് എന്നുള്ള ഫിനാൻസിലെ ടേം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്ക്രൈബ് ഗ്രൂപ്പിംഗ് ഓഫ് റിലേറ്റഡ് അസറ്റ്സ് ഇൻ ടു സെവറൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. ദെൻ 42nd ക്വസ്റ്റ്യൻ. മാനേജിങ് ദ മോണിറ്ററി ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിട്ടേൺ ഓൺ അസറ്റ് ആൻഡ് ദി കോസ്റ്റ് ഓഫ് ലയബിലിറ്റീസ്. അപ്പം മോണിറ്ററി ഡിഫറൻസ്, റിട്ടേൺ ഓഫ് അസറ്റും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലയബിലിറ്റിയും തമ്മിലുള്ള മോണിറ്ററി ഡിഫറൻസിനെ മാനേജ് ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത്? മാനേജിങ് ദ മോണിറ്ററി ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടേൺ ഓൺ അസറ്റ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലയബിലിറ്റീസ്. ഓപ്ഷൻസ്: എ മോണിറ്ററി കൺട്രോൾ, ബി അസറ്റ് മാനേജ്മെൻറ്റ്, സി സ്പ്രെഡ് മാനേജ്മെൻറ്റ്, ഡി മാനേജ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്പ്രെഡ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ സ്പ്രെഡ് മാനേജ്മെൻറ്റിലാണ് മാനേജ് ചെയ്യുന്നത് എന്താണ്? മോണിറ്ററി ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടേൺ ഓൺ അസറ്റ് ആൻഡ് ദി കോസ്റ്റ് ഓഫ് ലയബിലിറ്റീസ്. അപ്പോൾ റിട്ടേൺ ഓൺ അസറ്റ്സും കോസ്റ്റ് ഓഫ് ലയബിലിറ്റീസും തമ്മിലുള്ള മോണിറ്ററി ഡിഫറൻസിനെ മാനേജ് ചെയ്യുന്ന സിസ്റ്റമാണ് സ്പ്രെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? സ്പ്രെഡ് മാനേജ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ബാങ്ക് നോട്ട്സ്, കോയിൻസ് ആൻഡ് അതർ വാല്യുബിൾ ഐറ്റം ഫ്രം വൺ ലൊക്കേഷൻ ടു അതർ ഈസ് ടേംഡ് ആസ്. അപ്പം ബാങ്ക് നോട്ട്സ്, കോയിൻസ്, അതറായിട്ടുള്ള വാല്യുബിൾ ഐറ്റംസ് ഒക്കെ ഫിസിക്കലി മൂവ് ചെയ്യാണ്, വൺ ലൊക്കേഷൻ ടു അതർ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ്മെൻറ്റ്സിനെ നമ്മൾ എന്ത് ടേം യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: എ ക്യാഷ് ഇൻഫ്ലോ, ബി ക്യാഷ് ഔട്ട്ഫ്ലോ, സി ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഡി ഡെപ്പോസിറ്റ് ഇൻ ട്രാൻസിറ്റ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ്. അപ്പോൾ ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ബാങ്ക് നോട്ട്സ്, കോയിൻസ് ആൻഡ് അതർ വാല്യുബിൾ ഐറ്റംസ് വൺ ലൊക്കേഷൻ ടു അതർ എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ബാങ്ക് നോട്ട്സ്, കോയിൻസ്, അതർ വാല്യുബിൾ ഐറ്റംസ് ഫിസിക്കലി മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ്മെൻറ്റ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്നാണ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് 3 ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു? ഫസ്റ്റ് വൺ എന്താണ്? ടൈം ബക്കറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ടൈം ബക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻസിലെ ഒരു ടേം ആണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്ക്രൈബ് ഗ്രൂപ്പിംഗ് ഓഫ് റിലേറ്റഡ് അസറ്റ് ഇൻ ടു സെവറൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അപ്പം റിലേറ്റഡ് അസറ്റ്സിനെ സെവറൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ടേമിനെയാണ് ടൈം ബക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ സ്പ്രെഡ് മാനേജ്മെൻറ്റ് എന്താണ്? മാനേജിങ് ദ മോണിറ്ററി ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടേൺ ഓൺ അസറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ റിട്ടേൺ ഓൺ അസറ്റും കോസ്റ്റ് ഓഫ് ലയബിലിറ്റീസിൻ്റെയും മോണിറ്ററി ഡിഫറൻസിനെ മാനേജ് ചെയ്യുന്ന സിസ്റ്റമാണ് സ്പ്രെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് മീൻസ് എന്താണ്? ഫിസിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ബാങ്ക് നോട്ട്സ്, കോയിൻസ് ആൻഡ് അതർ വാല്യുബിൾ ഐറ്റംസ് വൺ ലൊക്കേഷൻ ടു അനദർ. അപ്പോൾ ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് കറൻസി നോട്ട്സ്, കോയിൻസ്, വാല്യുബിൾ ഐറ്റംസ് ഒക്കെ മൂവ് ചെയ്യാണ്. അതിനെയാണ് ഇത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ ഓൺഗോയിങ് പ്രോസസ് ടു എൻഷുർ ദാറ്റ്
cash needs can be met at a reasonable cost in order for a bank to maintain the required level of reserves with the RBI, that means CRR, and to meet expected and contingent cash needs. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ പറയുന്നവയിൽ ഏത് ഓൺഗോയിങ് പ്രോസസ്സാണ് എൻഷുർ ചെയ്യുന്നത് ബാങ്കുകൾക്ക് അവരുടെ റീസണബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റിൽ അവരുടെ ക്യാഷ് നീഡ്സ് എൻഷുർ ചെയ്യാൻ കഴിയും. മീൻസ് അവർക്ക് ക്യാഷ് ആവശ്യം വരുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഒരു റീസണബിൾ കോസ്റ്റിൽ മീറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഒരു റിക്വയർഡ് റേറ്റ് റിസർവ് ആയിട്ട് RBIയിൽ കീപ്പ് ചെയ്യണം. നമുക്കറിയാം അത് CRR ആണ്, ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. അപ്പം CRRൽ പറയുന്ന ആ റേഷ്യോയിൽ എന്ത് ചെയ്യണം, ബാങ്ക്സ് ഒരു റിസർവ് RBIയിൽ കീപ്പ് ചെയ്യണം. അങ്ങനെ RBIയിൽ അവർക്ക് കീപ്പ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കണ്ടിജൻ്റ് ആയിട്ടുള്ള ക്യാഷ് നീഡ്സ് മീറ്റ് ചെയ്യാനും അവർക്ക് സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്ന രീതിയിൽ ബാങ്കുകൾ ചെയ്യുന്ന ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്: A. റിസ്ക് മാനേജ്മെൻറ്റ്, B. ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്, C. അസറ്റ് മാനേജ്മെൻറ്റ്, D. ബാലൻസ് സ്കോർ കാർഡ്. അപ്പോൾ ഇതിൽ കറക്റ്റ് അറിയാം, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ലിക്വിഡിറ്റി പൊസിഷനെയാണ് പറഞ്ഞിട്ടുള്ളത്. മീൻസ് ബാങ്കുകൾ ലിക്വിഡായി നിൽക്കാൻ വേണ്ടി, മീൻസ് അവർക്ക് ക്യാഷ് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻഷുർ ചെയ്യുന്നത് ഏത് പ്രോസസ്സാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ B, ലിക്വിഡിറ്റി മാനേജ്മെൻ്റ് ആണ്. അപ്പം ലിക്വിഡിറ്റി മാനേജ്മെൻ്റ് ആണ് ഇസ് എൻ ഓൺഗോയിങ് പ്രോസസ് ടു എൻഷുർ ദാറ്റ് ക്യാഷ് നീഡ്സ് ക്യാൻ ബി മെറ്റ് അറ്റ് റീസണബിൾ കോസ്റ്റ് ഇൻ ഓർഡർ for a bank to maintain the required level of reserves with RBI and to meet expected and contingent cash needs. അപ്പം RBIയിൽ റിസ്ക് കീപ്പ് ചെയ്യേണ്ട റിസർവ് മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്യാഷ് നീഡ്സും അതുപോലെ തന്നെ കണ്ടിജൻറ്റ് ക്യാഷ് നീഡ്സും ഒക്കെ മീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ബാങ്കുകൾ ചെയ്യുന്ന ഓൺഗോയിങ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ 45th ക്വസ്റ്റ്യൻ ആണ്, ഇൻ ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം ദ ലെറ്റർ C സ്റ്റാൻഡ് ഫോർ. അപ്പോൾ ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റത്തിലെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള C എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: A. കറണ്ട് അസറ്റ്സ്, B. ക്യാപിറ്റൽ റാഷനിങ്, C. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, D. ക്യാപിറ്റൽ ആഡ്വക്കസി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ D, ക്യാപിറ്റൽ ആഡ്വക്കസി ആണ്. അപ്പോൾ ക്യാമൽസിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് നോട്ട്സിലേക്ക് എഴുതിയെടുക്കുക. അപ്പോൾ ക്യാപിറ്റൽ ആഡ്വക്കസി ആണ് എന്ത്, ക്യാമൽസിലെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള C ഡിനോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ C സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ക്യാപിറ്റൽ ആഡ്വക്കസി എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ 46th ക്വസ്റ്റ്യൻ, റിസ്ക് റിലേറ്റിംഗ് ടു ദ എബിലിറ്റി ഓഫ് എ ബാങ്ക് ടു ആക്സസ് ക്യാഷ് ടു മീറ്റ് ഫണ്ടിങ് ഒബ്ലിഗേഷൻസ്. അപ്പം ബാങ്കുകൾക്ക് കറക്റ്റ് ടൈമിൽ അവരുടെ ഫണ്ടിങ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ക്യാഷ് വേണ്ടി വരും. അങ്ങനെ അത് ആക്സസ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക് താഴെ പറയുന്നവയിൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിസ്ക് റിലേറ്റിംഗ് ടു ദ എബിലിറ്റി ഓഫ് എ ബാങ്ക് ടു ആക്സസ് ക്യാഷ് ടു മീറ്റ് ഫണ്ടിങ് ഒബ്ലിഗേഷൻസ്. ഓപ്ഷൻസ്: A. ക്രെഡിറ്റ് റിസ്ക്, B. മാർക്കറ്റ് റിസ്ക്, C. ലിക്വിഡിറ്റി റിസ്ക്, D. ഓപ്പറേഷണൽ റിസ്ക്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ലിക്വിഡിറ്റി റിസ്ക് ആണ്. അപ്പോൾ ലിക്വിഡിറ്റി റിസ്ക് ആണ് റിസ്ക് റിലേറ്റിംഗ് ടു എബിലിറ്റി ഓഫ് എ ബാങ്ക് ടു ആക്സസ് ക്യാഷ് ടു മീറ്റ് ഫണ്ടിങ് ഒബ്ലിഗേഷൻസ്. അപ്പോൾ ബാങ്കുകൾക്ക് അവർക്ക് ആവശ്യമുള്ള ക്യാഷ് ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അവരുടെ ഫണ്ടിങ് ഒബ്ലിഗേഷൻസുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട ക്യാഷ് ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക് ആണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് 47th ക്വസ്റ്റ്യൻ ആണ്, ദ ട്രാൻസാക്ഷൻസ് ദാറ്റ് ഡു നോട്ട് എഫക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ട്രാൻസാക്ഷനാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഇഫക്റ്റ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസും വായിക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക എന്താണ് അത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷനാണ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പേ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ ഓർക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ നമുക്കറിയാം കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആയതുകൊണ്ട് തന്നെ കറണ്ട് അസറ്റിലോ അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസിലോ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ച് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്, ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഉറപ്പായിട്ടും വർക്കിംഗ് ക്യാപിറ്റലിനെ ഇഫക്റ്റ് ചെയ്യും. ദെൻ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീസ്, അതാണെങ്കിലും
വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും. കാരണം എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ വാല്യൂവിലോ കറണ്ട് ലയബിലിറ്റീസിൻ്റെ വാല്യൂവിലോ എന്ത് ഡിഫറൻസ് ഉണ്ടായാലും ഉറപ്പായിട്ടും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്. ഉറപ്പായിട്ടും ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റും വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യും. ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം, പർച്ചേസ് ഓഫ് ഇൻവെൻട്രി ഓൺ ക്രെഡിറ്റ് ബേസിസ് ആൻഡ് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ഇൻവെൻറ്ററി പർച്ചേസ് ചെയ്യുന്നു. ഇൻവെൻറ്ററി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓൺ ക്രെഡിറ്റ് ബേസിസ് ആണ്. ഇൻവെൻറ്ററി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് ബേസിലാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ബേസിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും, ഒരു ക്രെഡിറ്ററും കൂടെ വരും. ഈ ക്രെഡിറ്റർ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ഇൻവെൻട്രി എന്ന് പറയുന്ന കറണ്ട് അസറ്റും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ഒരുപോലെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും എന്ത് വരില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫറൻസ് വരില്ല. അപ്പോൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യാണ്, ഒരു 10,000 ആണ് പർച്ചേസിൻ്റെ എമൗണ്ടെങ്കിൽ എന്താണ് 10,000 രണ്ട് സൈഡിലും കൂടുന്നു. അപ്പം അത് നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും എന്ത് വരില്ല, ഡിഫറൻസ് വരില്ല. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പർച്ചേസ് ഓഫ് ഇൻവെൻട്രി ഓൺ ക്രെഡിറ്റ് ബേസിസ് ആൻഡ് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ ദാറ്റ് ഡു നോട്ട് എഫക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്ന കാര്യം ഓർക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദെൻ നെക്സ്റ്റ് 48th ക്വസ്റ്റ്യൻ ആണ്, ടെക്നിക്സ് ഫോർ അഡ്ജസ്റ്റിംഗ് ടൈം വാല്യൂ ഓഫ് മണി ഇൻ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതിനെ പറയുന്ന ആ ഒരു ടെക്നിക്കിനെ താഴെ പറയുന്ന ഏത് വേർഡുമായിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആ ടെക്നിക്ക് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടെക്നിക് ഫോർ അഡ്ജസ്റ്റിംഗ് ടൈം വാല്യൂ ഓഫ് മണി ഇൻ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ്. ഓപ്ഷൻസ് എ എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ, ഓപ്ഷൻ ബി കോമ്പൗണ്ടിങ്, ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ ക്യാഷ് ഫ്ലോ, ഓപ്ഷൻ ഡി ടൈം പ്രിഫറൻസ് റേറ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കോമ്പൗണ്ടിങ് ആണ്. അപ്പോൾ കോമ്പൗണ്ടിങ്ങും ഡിസ്കൗണ്ടിങ്ങും യൂസ് ചെയ്തിട്ടാണ് ടൈം വാല്യൂ ഓഫ് മണി ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബാങ്ക് അവരുടെ ലിക്വിഡിറ്റി പൊസിഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി, മീൻസ് ഓൺ ഗോയിങ് പ്രോസസ്സിൽ അവർക്ക് വരുന്ന ക്യാഷ് നീഡ്സിനൊക്കെ അവർക്ക് റീസണബിൾ കോസ്റ്റിൽ മീറ്റ് ചെയ്യാൻ കഴിയും. അതിനെ എൻഷുർ ചെയ്യുന്ന ഓൺ ഗോയിങ് പ്രോസസ്സാണ് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ക്യാമൽസിൽ ഫസ്റ്റ് സി ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ക്യാപിറ്റൽ ആഡിക്വസി ആണ്. അപ്പോൾ ഫസ്റ്റ് സി സ്റ്റാൻഡ് ഫോർ ക്യാപിറ്റൽ ആഡിക്വസി. ദെൻ നെക്സ്റ്റ് വൺ ലിക്വിഡിറ്റി റിസ്ക് എന്താണെന്നുള്ള കാര്യമാണ്. അപ്പോൾ റിസ്ക് റിലേറ്റിംഗ് ടു ദ എബിലിറ്റി ഓഫ് എ ബാങ്ക് ടു ആക്സസ് ക്യാഷ് ടു മീറ്റ് ഫണ്ടിങ് ഒബ്ലിഗേഷൻസ്. ബാങ്കുകൾക്ക് അവരുടെ ഫണ്ടിങ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ക്യാഷ് ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ആ ആക്സസ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക് ആണ് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ 47th ക്വസ്റ്റിന് ട്രാൻസാക്ഷൻസ് ഡു നോട്ട് എഫക്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ നോക്കേണ്ടത് കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റിയിലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിലാണ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവാത്ത ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അതായിരിക്കും എന്ത്, വർക്കിംഗ് ക്യാപിറ്റലിനെ ഇഫക്റ്റ് ചെയ്യാത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 47th ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഡി മാത്രമാണ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഇഫക്റ്റ് ചെയ്യാത്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ കോമ്പൗണ്ടിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ടൈം വാല്യൂ ഓഫ് മണി ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ ടൈം വാല്യൂ ഓഫ് മണി അഡ്ജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് കോമ്പൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡിപെൻഡൻറ്റ് ഡയമെൻഷൻസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ് ഓൺ ലീഡർഷിപ്പ്. അപ്പോൾ താഴെ പറയുന്നവയിൽ ഇൻഡിപെൻഡൻറ്റ് ഡയമെൻഷൻസ് ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ് ഓൺ ലീഡർഷിപ്പിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഡയമെൻഷൻസ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ ലീഡേഴ്സ് സ്റ്റൈൽ ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് കൺട്രോൾ, ഓപ്ഷൻ ബി ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് കൺസിഡറേഷൻ, ഓപ്ഷൻ സി ഫോക്കസ് ആൻഡ് മെച്യൂരിറ്റി, ഓപ്ഷൻ ഡി എംപ്ലോയ് ആൻഡ് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് കൺസിഡറേഷൻ. ഒഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസ് ഓൺ ലീഡർഷിപ്പിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ഡയമെൻഷനാണ് ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ ആൻഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇംപ്രോംപ്റ്റു സ്പീച്ച് മീൻസ്.
ഓപ്ഷൻസ് എ റീഡിംഗ് മാനുസ്ക്രിപ്റ്റ്, ഓപ്ഷൻ ബി സ്പീക്കിംഗ് ആഫ്റ്റർ മെമ്മറൈസിങ്, ഓപ്ഷൻ സി സ്പീക്കിംഗ് അറ്റ് ദ സ്പേർട്ട് ഓഫ് ദി മൊമെൻറ്റ്, ഓപ്ഷൻ ഡി ലിമിറ്റഡ് പ്രിപ്പറേഷൻ സ്പീച്ച്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇംപ്രോംപ്റ്റു സ്പീച്ച് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്പീക്കിംഗ് അറ്റ് ദ സ്പേർട്ട് ഓഫ് ദി മൊമെൻറ്റ്. മീൻസ് ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ, മീൻസ് മുൻപേ പ്ലാൻ ചെയ്യാതെ ഓർഗനൈസ് ചെയ്ത് റിഹേഴ്സ് ചെയ്യാതെ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമുക്ക് സ്പീച്ച് നടത്താൻ പറ്റും. അങ്ങനെ സംസാരിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള സ്പീച്ചിനെയാണ് ഇംപ്രോംപ്റ്റു സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്രോംപ്റ്റു സ്പീച്ചിൻ്റെ കേസിൽ നമുക്ക് പ്ലാനിങ്ങോ ഓർഗനൈസിങ്ങോ അല്ലെങ്കിൽ റിഹേഴ്സലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മൾ സ്പീച്ച് ചെയ്യായിരിക്കും അല്ലെങ്കിൽ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്പീക്കിംഗ് അറ്റ് ദ സ്പേർട്ട് ഓഫ് ദി മൊമെൻറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെത്തേഡ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഓർ നോട്ട് വൺ ഈസ് ഡൂയിങ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഡ്യൂറിങ് ദ റൈറ്റ് ടൈം ഓഫ് ഡേ. അപ്പം താഴെ പറയുന്നവയിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെദർ ഓർ നോട്ട് വൺ ഈസ് ഡൂയിങ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഡ്യൂറിങ് റൈറ്റ് ടൈം ഓഫ് ഡേ. ഒരു ദിവസത്തിൻ്റെ ശരിയായ സമയത്ത് ഒരാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണോ ചെയ്യുന്നത്, മീൻസ് അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ആ ഒരു കറക്റ്റ് റൈറ്റ് ടൈമിൽ തന്നെയാണോ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന മെത്തേഡ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ ഗോൾ സെറ്റിംഗ്, ബി പ്ലാനിങ്, സി ആക്ടിവിറ്റി ലോഗ്, ഡി ഷെഡ്യൂളിങ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആക്ടിവിറ്റി ലോഗാണ്. അപ്പോൾ മെത്തേഡ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഓർ നോട്ട് വൺ ഈസ് ഡൂയിങ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഡ്യൂറിങ് ദി റൈറ്റ് ടൈം ഓഫ് ഡേ. ഒരു ദിവസത്തിൻ്റെ റൈറ്റ് ടൈമിൽ തന്നെ വർക്കർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നുണ്ടോ, ഈ കാര്യം നോക്കുന്ന മെത്തേഡാണ് ആക്ടിവിറ്റി ലോഗ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ആൻഡ് പെർഫോമിംഗ് technical task that results in a product or service being delivered to an internal or external customer. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഡെലിവർ ചെയ്യുക, അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ടെക്നിക്കൽ ടാസ്കുകളെയും മാനേജ് ചെയ്യുകയും പെർഫോം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ആൻഡ് പെർഫോമിംഗ് ടെക്നിക്കൽ ടാസ്ക് ദാറ്റ് റിസൾട്ട്സ് ഇൻ എ പ്രോഡക്റ്റ് ഓർ സർവീസ് ബീങ് ഡെലിവേർഡ് ടു ആൻ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ കസ്റ്റമർ. ഓപ്ഷൻസ് എ ക്രോസ് ഫങ്ഷണൽ ടീംസ്, ബി വിർച്വൽ ടീംസ്, സി സെൽഫ് മാനേജ്ഡ് ടീംസ്, ഓപ്ഷൻ ഡി ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സെൽഫ് മാനേജ്ഡ് ടീമാണ്. അപ്പോൾ സെൽഫ് മാനേജ്ഡ് ടീമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ടെക്നിക്കൽ ടാസ്കിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുകയും പെർഫോം ചെയ്യുകയും ചെയ്യുക. അതിലൂടെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കസ്റ്റമർക്ക് പ്രോഡക്റ്റ് ഓർ സർവീസ് ഡെലിവർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് സെൽഫ് മാനേജ്ഡ് ടീം എന്ന് പറയുന്നത്. ദെൻ 53rd ക്വസ്റ്റ്യൻ ആണ്, ദ എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ. അപ്പോൾ താഴെ പറയുന്നവയിൽ ആരാണ് മോട്ടിവേഷൻ്റെ എക്സ്പെക്റ്റൻസി തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ എബ്രഹാം മാസ്ലോ, ബി വിക്ടർ വ്രൂം, ഓപ്ഷൻ സി ക്ലേട്ടൺ ആൽഡഫർ, ഓപ്ഷൻ ഡി ഹേഴ്സ്ബർഗ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വിക്ടർ വ്രൂം ആണ്. അപ്പോൾ വിക്ടർ വ്രൂമിൻ്റെ തിയറിയാണ് എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, വിക്ടർ വ്രൂം. ദെൻ 54th ക്വസ്റ്റ്യൻ, സം ടോട്ടൽ ഓഫ് വേസ് ഇൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ റിയാക്ട്സ് ആൻഡ് ഇൻട്രാക്ട്സ് വിത്ത് അതേഴ്സ്. അപ്പോൾ താഴെ പറയുന്നവയിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു ഇൻഡിവിജ്വൽ അയാൾ മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ റിയാക്ട്സും അതുപോലെ തന്നെ ഇൻട്രാക്ഷൻസും ഒക്കെ ഏതൊക്കെ വേസിലുണ്ടാവും, ആ വേസിൻ്റെ സം ടോട്ടലിന് താഴെ പറയുന്നവയിൽ ഏത് വേർഡ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ ലോക്കസ് ഓഫ് കൺട്രോൾ, ഓപ്ഷൻ ബി അതോറിറ്റേറിയനിസം, ഓപ്ഷൻ സി ഹാലോ ഇഫക്റ്റ്, ഓപ്ഷൻ ഡി പേഴ്സണാലിറ്റി. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പേഴ്സണാലിറ്റി ആണ്. അപ്പോൾ പേഴ്സണാലിറ്റി മീൻസ് എന്താണ്? സം ടോട്ടൽ ഓഫ് വേസ് ഇൻ വിച്ച് എൻ ഇൻഡിവിജ്വൽ റിയാക്ട്സ് ആൻഡ് ഇൻട്രാക്ട്സ് വിത്ത് അതേഴ്സ്. മറ്റുള്ള ആളുകളുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു ഒരാൾ, ഒരു പെർട്ടിക്കുലർ ആൾ, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയാണ് ഇതിന് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ എല്ലാ ടോട്ടൽ സമ്മിനെയാണ് എന്ത് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
strategy of generating profits through amalgamation of business practices with the technology, fulfilling customer needs and wants and maintaining long lasting relationship. അപ്പം താഴെ പറയുന്നവയിൽ ഏത് സ്ട്രാറ്റജിയാണ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് അമാൽഗമേറ്റ് ചെയ്യുക, ബിസിനസ് പ്രാക്ടീസസും ടെക്നോളജിയും എല്ലാം അമാൽഗമേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമർ നീഡ്സിനെയും വാണ്ട്സിനെയും ഒക്കെ ഫുൾഫിൽ ചെയ്യുക, അതിലൂടെ അവരുമായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ താഴെ പറയുന്നവയിൽ ഏത് സ്ട്രാറ്റജിയാണ് ബിസിനസ് സ്ഥാപനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ട്രാറ്റജി ഓഫ് ജനറേറ്റിംഗ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് പ്രാക്ടീസസ് അവരുടെ ടെക്നോളജി എല്ലാം അമാൽഗമേറ്റ് ചെയ്യുക, അതിലൂടെ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും ഒക്കെ എന്ത് ചെയ്യുക, സാറ്റിസ്ഫൈ ഫുൾഫിൽ ചെയ്യുകയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അവരുമായിട്ട് ബന്ധം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ കസ്റ്റമർ എൻഗേജ്മെൻറ്റ്, ഓപ്ഷൻ ബി കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ഓപ്ഷൻ സി റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, ഓപ്ഷൻ ഡി ലോങ് ടേം വാല്യൂ ഓഫ് കസ്റ്റമേഴ്സ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്? കസ്റ്റമർ നീഡ്സും വാണ്ട്സും ഒക്കെ ഫുൾഫിൽ ചെയ്ത് അവരുമായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ബിസിനസ് സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആണ്. ദെൻ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റിമെയിൻഡ് NPA ഫോർ എ പീരീഡ് ഈസ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 year. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ് റിമെയിൻഡ് NPA, ഒരു നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ഉണ്ട്, അത് റിമെയിൻ ചെയ്യുന്നത് എന്താണ്, കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുകളിലായിട്ട് എന്ത് ചെയ്യാണ്, നോൺ പെർഫോമിംഗ് അസെറ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്ന ഒരു അസെറ്റിന് താഴെ പറയുന്ന ഏത് വേർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ റിമെയിൻഡ് NPA ഫോർ എ പീരീഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 year. അപ്പോൾ 1 year താഴെയല്ല 1 year അല്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്, 1 year അധികമായിട്ട് എന്താണ് NPA ആയിട്ട് ആ ഒരു അസെറ്റ് റിമെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്താണ് പറയുക? ഓപ്ഷൻസ് എ ഡൗട്ട്ഫുൾ അസെറ്റ്സ്, ഓപ്ഷൻ ബി ലോസ് അസെറ്റ്സ്, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് അസെറ്റ്, ഓപ്ഷൻ ഡി സബ് സ്റ്റാൻഡേർഡ് അസെറ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സബ് സ്റ്റാൻഡേർഡ് അസെറ്റ് ആണ്. ഒരു NPA ഉണ്ട്, അത് 1 year മുകളിലായിട്ട് അത് NPA ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണിത് സബ് സ്റ്റാൻഡേർഡ് അസെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്